കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് 20-25 മിനിറ്റിനുള്ളിൽ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പ്രധാനമന്ത്രി വരുന്ന ഹെലികോപ്റ്റർ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇവിടെ നിന്നും 10:52 ഇവിടത്തേക്ക് വിമാനം ഡൽഹിയിൽ നിന്നും എത്തിയത്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും കൽപ്പറ്റയ്ക്ക് ഹെലികോപ്റ്റർ യാത്ര തിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 20-25 മിനിറ്റിനുള്ളിൽ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കൽപ്പറ്റയിൽ നിന്നും ഹെലികോപ്റ്റർ എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി വന്ന എയർ ഇന്ത്യ 1 വിമാനം ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. ഇവിടെയും അധിക സമയം താമസിക്കില്ല. ഉടൻ തന്നെ പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലേക്ക് പോകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കേരളം ഉറ്റുനോക്കിയത്. തീർച്ചയായും ഇവിടെ വന്ന് ആളുകളെ സമാശ്വസിപ്പിക്കാൻ അപ്പുറത്തേക്ക് കൂടുതൽ സഹായം തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നതും. ഏതായാലും ഇവിടെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് അല്പസമയത്തിനകം ഹെലികോപ്റ്റർ എത്തും. 3 ഹെലികോപ്റ്ററും എത്തും. അതിനുശേഷം മുഖ്യമന്ത്രി ഇവിടെ ഇറങ്ങിയ ശേഷം പിന്നീട് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം പ്രധാനമന്ത്രി ഇവിടെ വന്ന എയർ ഇന്ത്യ 1 വിമാനത്തിൽ തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും CRPF പകരം ഒപ്പം അധികമായി SPG അടക്കം സുരക്ഷയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രി നമ്മൾ മടക്കി അയക്കുന്നത്. തീർച്ചയായും വലിയ ആശ്വാസവും കരുതലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കാരണം പ്രത്യേകിച്ചും ഇത്ര വലിയൊരു ദുരന്തം നമ്മൾ അടുത്തെങ്ങും കേരളം എന്ന സംസ്ഥാനം കണ്ടിട്ടില്ലാത്തത്ര വലിയ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാവുകയും അത്രയേറെ ജീവനുകൾ നഷ്ടമാവുകയും ചെയ്തൊരു ദുരന്തമാണ് തീർച്ചയായും. അതുകൊണ്ട് അതിന്റെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടൊരു വലിയ പ്രതീക്ഷ നമ്മൾ ഏവരും വെച്ച് പുലർത്തുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തും. മുഖ്യമന്ത്രി ഏതായാലും ഇവിടെ നിന്നും തിരികെ തിരുവനന്തപുരത്തേക്കും പ്രധാനമന്ത്രി മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലേക്കും പോകും. ഏതായാലും അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ കണ്ണൂർ വിമാനത്താവളത്ത് ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള സംഘം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഫെലിക്സ് നൽകുന്ന വിവരം. അല്പം മുമ്പ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും സ്ക്രീനിൽ കാണാം. കൽപ്പറ്റയിൽ നിന്ന് പ്രധാനമന്ത്രി കണ്ണൂരിലേക്ക് മടങ്ങുന്നു. മുഖ്യമന്ത്രിയും കണ്ണൂരിലേക്ക് മടങ്ങുകയാണ്. മുഖ്യമന്ത്രി ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും പ്രധാനമന്ത്രി ഡൽഹിയിലേക്കും പ്രത്യേക വിമാനത്തിൽ അല്പസമയത്തിനകം കണ്ണൂരിൽ നിന്ന് യാത്രയാകും. നമ്മൾ കാത്തിരിക്കുന്നത് എന്ത് നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് എന്താണ്. നേരത്തെ പ്രധാനമന്ത്രിക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ ഉണ്ടായ വലിയ നാശത്തിൻ്റെയും ജീവനഷ്ടത്തിൻ്റെയും ഒക്കെ കണക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറി. എന്തൊക്കെ ചെയ്യാനാകുമെന്ന പ്രാഥമികമായ സംസ്ഥാന സർക്കാരിൻ്റെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രധാനമന്ത്രിക്ക് നിവേദനത്തിലൂടെ മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ട്. അതിനിടയിൽ വയനാട് ഉരുൾപൊട്ടലിൽ ഒടുവിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പുത്തുമലയിൽ വീണ്ടും സംസ്കരിക്കുന്നു എന്നൊരു ചടങ്ങ് കൂടി അവിടെ നടക്കുന്നുണ്ട്. തിരിച്ചറിയാനാകാതെ പോകുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ പുത്തുമലയിൽ കണ്ണീരോടെ സംസ്കരിക്കുന്നത് ഒരു ഭേദവുമില്ലാതെ ആരെന്ന് പോലും അറിയാതെ എല്ലാവരും ഒരുമിച്ച്, എല്ലാ സംഘടനകളും ഒരുമിച്ച്, എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് സംസ്കരിക്കുന്ന, മറവ് ചെയ്യുന്ന സർവ്വമത പ്രാർത്ഥനയുടെ അന്തരീക്ഷമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദുഃഖത്തോടുകൂടി കണ്ടതാണ്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ വീണ്ടും ഒടുവിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പുത്തുമലയിൽ ഇപ്പോൾ സംസ്കരിക്കാൻ പോകുന്നു. 3 മൃതദേഹങ്ങളും ഒരു മൃതദേഹ ഭാഗവുമാണ് സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ സംസ്കരിക്കാൻ പോകുന്നത് എന്നാണ് പുത്തുമലയിൽ നിന്ന് അനശ്വര റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി നേരത്തെ വിശദമായി തന്നെ അവിടുത്തെ ദുരന്തത്തിന്റെ ആഴത്തിൽ തനിക്കുള്ള പ്രതികരണം എന്താണ് എന്ന് വിശദീകരിച്ചിരുന്നു. വ്യക്തമായൊരു പുനരധിവാസ പദ്ധതി ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പുനരധിവാസം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് പ്രധാനമന്ത്രി വിശദീകരിച്ചത്. സർക്കാരിന്റെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ പിന്തുണയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. जिन परिजनों ने अपने स्वजन खोए हैं उसकी पूर्ति करना तो हम मनुष्य के लिए संभव नहीं है, लेकिन उनका भावी जीवन उनके सपने चूर चूर न हो जाए, ये हम सबका सामूहिक दायित्व है. और भारत सरकार और देश इस संकट की घड़ी में यहां के पीड़ितों के साथ है. और मैं विश्वास दिलाता हूं इन परिजनों को भी कि वे अकेले नहीं हैं. इस दुख की घड़ी में चाहे राज्य सरकार हो, केंद्र सरकार हो या देश के जन जन नागरिक हो, हम सब उस संकट की घड़ी में उनके साथ हैं. പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്.
ദുരന്തബാധിതരുടെ പുനരധിവാസം അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ നടുക്കത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ദുരന്തഭൂമിയിലേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തി. യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് സംസ്ഥാനത്തിന്റെ നിവേദനം സ്വീകരിച്ച് മടങ്ങുകയാണ്. അല്പസമയത്തിനകം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ഹെലികോപ്റ്റർ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും അവിടെ നിന്നുള്ള മടക്കമുണ്ടാവുക. സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഊർജിതമായ പരിശ്രമം ഉണ്ടായത് നമുക്കൊരു പക്ഷേ മനുഷ്യസാധ്യമല്ല എന്ന് സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന ഇടങ്ങളിലൊക്കെ അതിവേഗം ആ രാത്രിയിൽ എത്തി വളരെ വേഗത്തിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ശ്രമകരമായ ദൗത്യം നിരവധി ആളുകളുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സൈന്യത്തിന് ഉൾപ്പെടെ കഴിഞ്ഞു. അതിനുശേഷം സൈന്യം സ്തുത്യർഹമായ സേവനത്തിന് ശേഷം അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം പോകുന്നതും അവർക്ക് സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകുന്നതും മന്ത്രിമാർ ഉൾപ്പെടെ യാത്രയയപ്പ് നൽകുന്നതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ അല്പം മുമ്പ് വിവിധ ഇടങ്ങളിൽ സൈനികർക്ക് സ്വീകരണം നൽകുന്നുണ്ട്. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈനികർക്ക് ചേർത്തലയിൽ വെച്ച് പൂർവ്വ സൈനികരും ജനങ്ങളും സ്വീകരണം നൽകി. ഒപ്പം തന്നെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് ശേഷം മടങ്ങിയ സൈനികർക്ക് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലും സ്വീകരണം നൽകി. 160 പേരടങ്ങുന്ന സംഘമാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് ഈ സേവനത്തിന് ശേഷം തിരികെ എത്തിയത്. 10 ദിവസത്തെ ദൗത്യത്തിന് ശേഷമാണ് സംഘം തിരിച്ചെത്തിയത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അല്പം മുമ്പ് ഞാൻ നേരിൽ കണ്ടത് ദേശീയ പതാകകളുമായി റോഡിൻ്റെ ഇരുവശത്തും സൈനികർ ദീർഘദൂരം നിരയായി നിന്ന് അവരെ സ്വീകരിക്കുകയായിരുന്നു. അവിടെയുള്ള പ്രദേശത്തെ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ദുരന്ത മുഖത്തെ അതിജീവിക്കാനുള്ള വലിയ പരിശ്രമം നടത്തുന്ന ദിവസങ്ങളും മണിക്കൂറും നിമിഷവും ഒക്കെയാണ് ഈ കടന്നു പോകുന്നത്.